ഹായ്. വിരാട് ബി ഗൗഡ സംവിധാനം ചെയ്ത് ജൂലിയറ്റ് 2 എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ബൃന്ദ ആചാര്യയാണ്. ഇതൊരു കന്നഡ ചിത്രമാണ്. ഇതിന്റെ മലയാളം വേർഷനാണ് ഞാൻ കണ്ടത്. ഈ സിനിമ 2023 റിലീസായ ഒരു സിനിമയാണ്. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ അടുത്താണ് ഈ സിനിമയുള്ളൂ. വളരെ ചെറിയൊരു സിനിമയാണ്. അത്രയും സിനിമയിൽ കണ്ടപ്പോൾ അത്രേ എടുക്കാനുള്ളൂ. അതിൽ കൂടുതൽ വേറൊന്നും ഈ സിനിമയിൽ എടുക്കാനില്ല. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സിനിമയാണ് ഈ പറയുന്ന ജൂലിയറ്റ് 2. ഇതിന്റെ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. ജൂലിയറ്റ് 2 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ജൂലിയറ്റ് എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ഈ ജൂലിയറ്റിന്റെ അമ്മയും അച്ഛനും മരണപ്പെടുന്നുണ്ട്. അതായത് ഇവരുടെ കുട്ടിക്കാലം ഒരു ഗ്രാമപ്രദേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അമ്മക്ക് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലം വിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നു. ആ വിറ്റ് നഗരത്തിലോട്ട് വരുന്നുണ്ട് അമ്മയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് വളർന്ന കാലത്തൊക്കെ ഈ ഒരു നഗരത്തിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് അമ്മയും മരിച്ചു പോകുന്നുണ്ട്. കുറച്ച് വലുതായതിനു ശേഷം, ജൂലിയറ്റ് വലുതായതിനു ശേഷം അച്ഛനും മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അങ്ങനെ ഇവള് മുന്നേ വളർന്ന ആ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഴയ ഒരു സ്ഥലത്തോട്ട് വരികയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആ ദിവസം ഈ പറയുന്ന പുതിയ ആ ഒരു ഓണർ അവിടെ ഉണ്ടാവില്ല. അയാള് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് ഇവള് വരുന്ന വഴിക്ക് ഒരു എന്താ പറയാ, കരിക്കടയിൽ വെച്ചിട്ട് ഒരു ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവളെ കയ്യിലുള്ള കാശിനെ കുറിച്ച് അവിടെയുള്ള 2-3 ആൾക്കാർ അറിയുന്നുണ്ട്. അങ്ങനെ ഇവള് ആ ഒരു വീട്ടിൽ തന്നെയാണ് അന്നത്തെ ഒരു ദിവസം നിൽക്കാന്ന് വിചാരിച്ചിട്ട് ചെല്ലുന്നത്. അവൾ ആ പഴയ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ വെളിച്ചം വെട്ടമൊക്കെ കുറവാണ്. ചെറിയ രീതിയിലുള്ള വെളിച്ചം വെട്ടത്തിനൊക്കെ വേറൊരു ആള് സഹായത്തിനുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം രാത്രി ആയപ്പോഴാണ് ഇതിന്റെ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ഇപ്പൊ ഇവളുടെ കയ്യില് പൈസ ഉള്ള കാര്യം അറിഞ്ഞ ഒരു 2-3 ആൾക്കാർ ഇവരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇവളെ വീട്ടിലോട്ട് വന്നിട്ട് ഇവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നാല് ആൾക്കാരുണ്ട്. ഇവർ പല രീതിയിലും ഇവളെ ആക്രമിക്കുന്നുണ്ട്. ഓരോരുത്തരും പല രീതിയിൽ ഇവളെ ആക്രമിക്കുന്നുണ്ട്. ഒടുവിൽ സഹികെട്ട് ഇവള് തിരിച്ച് ഫൈറ്റ് ചെയ്യാണ്. കാരണം ഇവള് ഓൾറെഡി ഒരു ബോക്സർ കൂടിയായിരുന്നു. അപ്പൊ ഇവള് തിരിച്ച് ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പലരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊല്ലുന്നുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടം കുറച്ച് സ്ലോ ആണ്, 1.5 മണിക്കൂറുള്ളൂ. പക്ഷെ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ടോണിജയുടെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. തലയിൽ കയറിയിട്ട് ഇങ്ങനെ മുട്ടുകൈയോട്ട് കുത്തുന്ന പോലത്തെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. മലയാളത്തിലാണ് ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കന്നഡ പടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ മലയാളം ഡബിങ് വന്നിട്ടുള്ളത്. അത് കാരണം ബോറടി ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഈ പൈസ അടിച്ചാൽ മാറ്റാൻ വന്ന ഈ 4 പേരെയും ഇവൾ പല രീതിയിലും ഇവരെ കൊല്ലുന്നുണ്ട്. ഒടുവിൽ ഈ കൊന്ന ആൾക്കാരെ ഇവിടെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നൊരു ചങ്ങായിനെ കൊണ്ട് കത്തിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഇവൾ അവിടുന്ന് ആ ഒരു സ്ഥലം വാങ്ങിച്ച് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ലാസ്റ്റിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു രീതിയിലാണ് സിനിമ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. വളരെ ചെറിയൊരു സിനിമ. അതായത് ഇവളുടെ സ്വന്തം ഇവള് മുന്നേ ജീവിച്ചിരുന്ന ആ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് മാത്രമായിട്ടാണ് ഈ സിനിമ എടുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ പേര് ഒന്നും പറയാം, ജൂലിയറ്റ് 2. ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 ടൈം ചെറിയൊരു ഷോർട്ട് ഫിലിം കാണുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. ബോറടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തെടുത്തൊരു സിനിമയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.